കരിയറിലെ തുടക്കകാലത്ത് പ്രശ്നങ്ങൾ നേരിട്ട നടനാണ് പൃഥ്വിരാജ്. സങ്കടങ്ങൾ പൃഥ്വിരാജിനെതിരെ തിരിഞ്ഞ സമയമുണ്ടായിരുന്നു. നടൻ ദിലീപാണ് പൃഥ്വിരാജിനെതിരെ നീക്കങ്ങൾ നടത്തിയെന്ന് അക്കാലത്ത് വ്യാപകമായ അഭ്യൂഹങ്ങളുണ്ടായിരുന്നു. ഇതേക്കുറിച്ച് ആദ്യമായി തുറന്നു സംസാരിക്കുകയാണ് പൃഥ്വിരാജിന്റെ അമ്മ നടി മല്ലിക സുകുമാരൻ. ഗാലറി വിഷൻ മീഡിയയ്ക്ക് നൽകിയ അഭിമുഖത്തിലാണ് പരാമർശം. അമ്മ എന്ന സംഘടന ഉണ്ടാക്കിയ സമയത്ത് ഉദ്ദേശങ്ങളൊക്കെ വളരെ നല്ലതായിരുന്നു. താരനിശകൾ മറ്റുമായി മുന്നോട്ട് കൊണ്ടുപോയി പൈസ സമ്പാദിച്ചു. നല്ല പദ്ധതികൾ കൊണ്ട് വന്നു. പിന്നെ അതിൽ ഗ്രൂപ്പിസമായി. രാജുവിനുണ്ടായത് വിലക്കാണ്. അതേക്കുറിച്ച് ഞാൻ ഒരുപാട് സംസാരിച്ചിട്ടുണ്ടെന്ന് മല്ലിക സുകുമാരൻ പറയുന്നു. അന്ന് ദിലീപാണോ പൃഥ്വിരാജിനെതിരെ നീക്കങ്ങൾ നടത്തിയെന്ന ചോദ്യത്തിന് മല്ലിക സുകുമാരൻ മറുപടിയും നൽകി. അനന്തഭദ്രം മുതൽ അങ്ങോട്ട് പറയുമ്പോൾ ഒരു കാരണവശാലും പൃഥ്വിരാജിനെ അഭിനയിപ്പിക്കരുത് എന്ന് പറഞ്ഞ ദിലീപാണെന്ന് പലരും എന്നോട് പറഞ്ഞു. ഇന്ന് വരെ ദിലീപിനോട് ഞാൻ ചോദിച്ചിട്ടില്ല. പൃഥ്വി കയറി വരുന്നെന്ന് തോന്നുന്നത് കൊണ്ടതാകാം ചിലർ പറഞ്ഞു. പിന്നീട് റോമിയോ എന്ന പടത്തിൽ ഞാൻ ദിലീപിന്റെ അമ്മയെ അഭിനയിച്ചു. എന്നോട് ഒരു പിണക്കവും കാണിച്ചില്ല. പിന്നെ കേൾക്കുന്നത് ദിലീപ് സംഘടനയിലൊക്കെ രണ്ടായി എല്ലാത്തിൻ്റെയും തലപ്പത്ത് പുള്ളി എത്തിയെന്നാണ്. രാജു പണ്ട് അമ്മയിലുള്ള സമയത്ത് മാപ്പ് പറയണമെന്ന് പറഞ്ഞ സമയമുണ്ട്. അവൻ ഖേദം പ്രകടിപ്പിച്ച സമയത്ത് 2, 3 പേർ മുദ്രാവാക്യം വിളിച്ചു പോയി. അതൊക്കെ ആയിരുന്നു എന്ന് എല്ലാവർക്കും അറിയാം. അവരുടെ പേര് ഞാൻ വെളിപ്പെടുത്താം. ഗണേഷ്, സിദ്ദിഖ്, ദിലീപ് എന്നിവർ പൃഥ്വിരാജിന് എതിരായിരുന്നു. ഖേദം പറഞ്ഞാൽ പോരാ, മാപ്പ് പറയണമെന്ന് പറഞ്ഞു. പക്ഷേ എനിക്കവരോടൊന്നും വിരോധമില്ല. അത് കഴിഞ്ഞു. സുകുവേട്ടന്റെ സിനിമകളിൽ അവസരം ഇല്ലാതാക്കിയതുപോലെ പൃഥ്വിരാജിനും ചെയ്യുമോ എന്ന് താനെന്ത് ആശങ്കപ്പെട്ടു എന്നും മല്ലിക സുകുമാരൻ പറഞ്ഞു. ഇതെല്ലാം കണ്ടിൽ മുകളിൽ ഒരാൾ ഇരിപ്പുണ്ട്. എന്റെ കുഞ്ഞിനെതിരെ ആയുധമെടുത്തവരൊക്കെ വലിയ ലാഭമുള്ളതായി ഞാൻ കണ്ടില്ല. കാരണം ഞങ്ങൾ ആരെയും ദ്രോഹിക്കുകയോ വേദനിപ്പിക്കുകയോ ചെയ്തിട്ടില്ല. ഞാൻ ഭയങ്കര ഈശ്വരവിശ്വാസിയാണെന്നും മല്ലിക സുകുമാരൻ തുറന്നു പറഞ്ഞു.